ടാറ്റ നാനോ ഒരു കുറഞ്ഞ വിലയുള്ള കാറായി അവതരിപ്പിച്ചു. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ മൊബിലിറ്റി വാഗ്ദാനം ചെയ്തു. വ്യക്തിഗത യാത്രാശീലങ്ങൾ മാറ്റുക എന്നതാണ് ഈ കാർ ലക്ഷ്യമിട്ടത്. നൂതന ആശയങ്ങൾ എന്ന ദർശനത്തോടെയാണ് ഇത് നിർമ്മിച്ചത്. താങ്ങാനാവുന്ന വിലയിൽ യാത്ര ചെയ്യുന്നതിൽ ടാറ്റ മോട്ടോഴ്സ് ഒരു വിപ്ലവം ആസൂത്രണം ചെയ്തു. കാർ ഉടമസ്ഥത എളുപ്പമാക്കുക എന്നതാണ് ഈ പദ്ധതി ലക്ഷ്യമിട്ടത്. വളർന്നുവരുന്ന വിപണിയിൽ കാർ ആദ്യമായി വാങ്ങുന്നവരെ ലക്ഷ്യമിട്ടായിരുന്നു ഇത്. ഒരു പ്രധാന ലോഞ്ച് ഇവന്റിലാണ് നാനോ അനാച്ഛാദനം ചെയ്തത്. ഈ പ്രഖ്യാപനം നിക്ഷേപകരിൽ വലിയ പ്രതീക്ഷകൾ സൃഷ്ടിച്ചു. മൊബിലിറ്റിക്കായുള്ള ഒരു ധീരമായ ആശയത്തെ കാർ പ്രതീകപ്പെടുത്തി. ആശയം നൂതനവും ധീരവുമായിരുന്നു. ബഹുജന ഗതാഗതത്തിനുള്ള ഒരു പുതിയ പാതയെ ഇത് പ്രതിനിധീകരിച്ചു. കാറുകളെ എങ്ങനെ കാണുന്നു എന്നതിൽ ഒരു മാറ്റം ഈ ലോഞ്ച് വാഗ്ദാനം ചെയ്തു. ലളിതമായ രൂപകൽപ്പനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളിലേക്ക് എത്തുമെന്ന് ടാറ്റ മോട്ടോഴ്സ് പ്രതീക്ഷിച്ചു. താങ്ങാനാവുന്ന വിലയുടെ തത്വത്തിലാണ് ഈ ആശയം നിർമ്മിച്ചത്. വില കൂടിയ വാഹനങ്ങളുടെ മാനദണ്ഡത്തെ ഇത് വെല്ലുവിളിച്ചു. ടാറ്റ മോട്ടോഴ്സിലെ ഇന്നോവേറ്റേഴ്സ് രൂപകൽപ്പനയിൽ മിനിമലിസം സ്വീകരിച്ചു. കുറവ് കൂടുതലാകാമെന്ന് അവർ വിശ്വസിച്ചു. ആധുനിക ആഡംബരമില്ലാതെ കുറഞ്ഞ ചെലവുകൾ നാനോ വാഗ്ദാനം ചെയ്തു. ഈ പുതിയ കാർ ജീവിതത്തെ മാറ്റാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു. വിപണിയിൽ ഒരു വഴിത്തിരിവായിരുന്നു നാനോ. താങ്ങാനാവുന്ന വിലയിൽ പുരോഗതി കൈവരിക്കാനുള്ള പുതിയ പ്രതീക്ഷയാണ് നാനോ നൽകിയത്. 2008 ടാറ്റ മോട്ടോഴ്സ് നാനോ പുറത്തിറക്കി. ഇന്ത്യൻ വിപണിക്ക് വേണ്ടിയാണ് കാർ രൂപകൽപ്പന ചെയ്തത്. കാർ ഉടമസ്ഥാവകാശ ചിലവ് കുറയ്ക്കുന്നതിനാണ് ഇത് സൃഷ്ടിച്ചത്. എല്ലാ ഘടകങ്ങളും ലളിതമാക്കാൻ എഞ്ചിനീയർമാർ പ്രവർത്തിച്ചു. അനാവശ്യ ഫീച്ചേഴ്സ് രൂപകൽപ്പനയിൽ നിന്ന് ഒഴിവാക്കി. ചെലവ് കുറയ്ക്കലായിരുന്നു പ്രധാന മുൻഗണന. മിനിമൽ പാർട്സ് ഉപയോഗിച്ചാണ് നാനോ രൂപകൽപ്പന ചെയ്തത്. അതിന്റെ ലാളിത്യം പലരിൽ നിന്നും താല്പര്യം ആകർഷിച്ചു. മാധ്യമങ്ങൾ അതിന്റെ താങ്ങാനാവുന്ന വിലയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തു. ഉപഭോക്താക്കൾ ഒരു നാനോ സ്വന്തമാക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു. ആദ്യകാല പരസ്യങ്ങളിൽ കാർ ലളിതമായ ക്രമീകരണങ്ങളിൽ കാണിച്ചു. കുറഞ്ഞ ബൈയിങ് പ്രൈസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചായിരുന്നു പ്രമോഷനുകൾ. എക്കണോമിക് മൊബിലിറ്റിയുടെ പ്രതീകമായി നാനോ മാറി. വാഹനത്തിനായുള്ള പ്രതീക്ഷകൾ വളരെ കൂടുതലായിരുന്നു. നാനോ ദൈനംദിന യാത്രകളെ പരിവർത്തനം ചെയ്യുമെന്ന് പലരും വിശ്വസിച്ചു. ചിലവ് കുറഞ്ഞ രൂപകൽപ്പനയിലെ ഒരു വഴിത്തിരിവായി ഇത് കാണപ്പെട്ടു. ലോഞ്ച് ഇവന്റിന് വിശാലമായ മാധ്യമ കവറേജ് ലഭിച്ചു. താങ്ങാനാവുന്ന മൊബിലിറ്റി എന്ന ആശയത്തെ വിദഗ്ധർ പ്രശംസിച്ചു. കാറിന്റെ അടിസ്ഥാന രൂപകൽപ്പനയെക്കുറിച്ച് സംശയാലുക്കൾ ആശങ്കാകുലരായിരുന്നു. കുറഞ്ഞ വില എന്നാൽ ഗുണനിലവാരം കുറഞ്ഞതാണോ എന്ന് ചിലർ ചോദ്യം ചെയ്തു. വിപണി സമ്മിശ്ര വികാരങ്ങളോടെയാണ് നാനോയെ കാത്തിരുന്നത്. സാധ്യതയുള്ള ബയേഴ്സിന് ഇടയിൽ ശുഭാപ്തി വിശ്വാസം ജാഗ്രത പുലർത്തി. പൊതുജനങ്ങൾക്ക് അതിന്റെ പ്രകടനത്തെക്കുറിച്ച് ജിജ്ഞാസയുണ്ടായിരുന്നു. വിപണിയെ പുനർനിർവചിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതിന്റെ ലോഞ്ച് ഒരു ബജറ്റ് യുഗത്തെ അടയാളപ്പെടുത്തി. എഞ്ചിനീയർമാർ ഉൽപാദന ചെലവ് കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. നിർമ്മാണത്തിനുള്ള അടിസ്ഥാന വസ്തുക്കൾ അവർ തിരഞ്ഞെടുത്തു. ഡിസൈൻ ആഡംബരത്തെക്കാൾ പ്രവർത്തനക്ഷമതയെ അനുകൂലിച്ചു. കുറഞ്ഞ ചെലവിനായി ഘടകങ്ങൾ തിരഞ്ഞെടുത്തു. പണം ലാഭിക്കുന്നതിനാണ് ഓരോ ഭാഗവും നിർമ്മിച്ചത്. കാറിന് കുറച്ച് അലങ്കാര സവിശേഷതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിസൈൻ പ്രക്രിയയിൽ ലാളിത്യം നയിച്ചു. എഞ്ചിനീയർമാർ അത്യാവശ്യമല്ലാത്ത ഘടകങ്ങൾ ഒഴിവാക്കി. അവർ ചെലവ് കുറഞ്ഞ നിർമ്മാണ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു. പ്രായോഗിക പ്രകടനം ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു ഡിസൈൻ. ഓരോ തീരുമാനവും മൊത്തത്തിലുള്ള ചെലവ് കുറച്ചു. ഡിസൈനർമാർ ആഡംബര ട്രിമ്മുകളും സവിശേഷതകളും ഒഴിവാക്കി. മിനിമലിസം ഒരു മാർഗനിർദ്ദേശ തത്വമായിരുന്നു. നൂതന ആശയങ്ങൾ കർശനമായ ബജറ്റ് പരിമിതികൾ പാലിച്ചു. എഞ്ചിനീയർമാർ എല്ലാ മേഖലയിലും ചെലവ് ലാഭിക്കാൻ മുൻഗണന നൽകി. എല്ലാത്തിനുമുപരി താങ്ങാനാവുന്ന വിലയിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. കാറിന് ഒരു മിനിമലിസ്റ്റിക് ചട്ടക്കൂട് ഉണ്ടായിരുന്നു. അതിൽ ഒരു അടിസ്ഥാന എഞ്ചിനും ട്രാൻസ്മിഷനും ഉണ്ടായിരുന്നു. സുരക്ഷാ മെച്ചപ്പെടുത്തലുകൾ അത്യാവശ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തി. ആഡംബര ഓപ്ഷനുകൾ ഒഴിവാക്കി. ചിലവ് കുറയ്ക്കുന്നതിനാണ് എല്ലാ വിശദാംശങ്ങളും രൂപകൽപ്പന ചെയ്തത്. ലളിതമായ വരകളും ആകൃതികളും കാറിൽ ആധിപത്യം സ്ഥാപിച്ചത്. അലങ്കാര രൂപകൽപ്പനയ്ക്ക് പകരം പ്രവർത്തനമാണ് തിരഞ്ഞെടുത്തത്. മിതവ്യയ സമീപനമാണ് നാനോയിൽ ഉൾക്കൊണ്ടത്. എല്ലാ സവിശേഷതകളും അതിന്റെ കാതലിലേക്ക് മാറ്റി. എഞ്ചിനീയറിംഗ് ടീം മനഃപൂർവ്വം ചെലവ് വിട്ടുവീഴ്ചകൾ ചെയ്തു. അവർ വിലയേറിയ ഫിനിഷുകളും അലങ്കാരങ്ങളും ഒഴിവാക്കി. ഡിസൈനർമാർ അവശ്യ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. തന്ത്രം ചെലവ് നിയന്ത്രണം സ്വീകരിച്ചു. എല്ലാ തെരഞ്ഞെടുപ്പിനെയും നയിച്ചത് കാര്യക്ഷമതയാണ്. നാനോയ്ക്ക് സുരക്ഷ ഒരു പ്രധാന ആശങ്കയായിരുന്നു. കാർ അടിസ്ഥാന സുരക്ഷാ സവിശേഷതകൾ മാത്രമാണ് വാഗ്ദാനം ചെയ്തത്. വാഹനത്തിൽ എയർ ബാഗുകൾ ഇല്ലായിരുന്നു. ചെലവ് ചുരുക്കൽ മൂലം ഘടനാപരമായ സമഗ്രതയിൽ വിട്ടുവീഴ്ച ചെയ്തു. ക്രാഷ് പ്രകടനം ഒരു മുൻഗണനയായിരുന്നില്ല. വില കുറഞ്ഞ വസ്തുക്കൾ കാറിന്റെ ബോഡിയെ ദുർബലപ്പെടുത്തി. ഡിസൈൻ വിപുലമായ സുരക്ഷാ നടപടികൾ അവഗണിച്ചു. സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചു. ക്രാഷ് ടെസ്റ്റുകൾ പരിമിതവും അപര്യാപ്തവുമായിരുന്നു. ബജറ്റ് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തു. കാറിന്റെ ദുർബലമായ നിർമ്മാണം ആശങ്കാജനകമായിരുന്നു. മെക്കാനിക്കൽ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉടമകൾ റിപ്പോർട്ട് ചെയ്തു. അടിസ്ഥാന സുരക്ഷയെ അപര്യാപ്തമായ സംരക്ഷണമായി കണക്കാക്കി. കാർ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. വില കുറയ്ക്കാൻ എഞ്ചിനീയർമാർ സുരക്ഷ ത്യജിച്ചു. ആവർത്തിച്ചുള്ള സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. നാനോ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല. അതിന്റെ രൂപകൽപ്പന അപകടക്ഷമതയെക്കുറിച്ച് സംശയങ്ങൾ ഉയർത്തി.
അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകാവുന്ന അപകട സാധ്യതകളെക്കുറിച്ച് ഉപഭോക്താക്കൾ ആശങ്കാകുലരായിരുന്നു. സവിശേഷതകളുടെ അഭാവം പല വാങ്ങുന്നവരെയും ബുദ്ധിമുട്ടിച്ചു. സുരക്ഷാ ആശങ്കകൾ വാഹനത്തിന്റെ പ്രശസ്തിയെ ബാധിച്ചു. വിമർശനാത്മക അവലോകനങ്ങൾ പ്രകാരം കുറഞ്ഞ സുരക്ഷാ നടപടികൾ ശ്രദ്ധിച്ചു. സംരക്ഷണത്തിലെ പോരായ്മകൾ നാനോയെ അപകടകരമാക്കി. സുരക്ഷാ പോരായ്മകൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഈ പ്രശ്നങ്ങൾ കാറിലുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തി. കുറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ അതിന്റെ വിപണി ആകർഷണത്തെ ബാധിച്ചു. വാഹനങ്ങളിൽ ഉയർന്ന സംരക്ഷണം ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടു. ഉൽപാദന വെല്ലുവിളികൾ തുടക്കം മുതൽ തന്നെ നാനോയെ ബാധിച്ചു. ടാറ്റ മോട്ടോഴ്സ് അഗ്രസീവ് ചെലവ് ചുരുക്കൽ നടപടികൾ സ്വീകരിച്ചു. പണം ലാഭിക്കുന്നതിനായി നിർമ്മാണ രീതികൾ ലളിതമാക്കി. താഴ്ന്ന ഗ്രേഡ് വസ്തുക്കൾ ഉൽപാദനത്തിൽ ഉപയോഗിച്ചു. ഉയർന്ന വേഗതയിൽ പ്രവർത്തിച്ച അസംബ്ലി ലൈനുകൾ ചെലവ് സമ്മർദ്ദങ്ങൾ കാരണം ഗുണനിലവാര നിയന്ത്രണം ബാധിച്ചു. ഉൽപ്പാദിപ്പിച്ച പല യൂണിറ്റുകളിലും തകരാറുകൾ പ്രത്യക്ഷപ്പെട്ടു. പൊരുത്തമില്ലാത്ത നിർമ്മാണ ഗുണനിലവാരം ആദ്യകാല സ്വീകർത്താക്കളെ ബുദ്ധിമുട്ടിച്ചു. കുറുക്കുവഴികൾ ഉൽപാദന പ്രക്രിയയെ ബാധിച്ചു. വേഗതയ്ക്കായി ഉൽപാദന പ്രക്രിയ ഈട് ത്യജിച്ചു. ആദ്യകാല പ്രവർത്തനങ്ങളിൽ ഉൽപാദന തകരാറുകൾ ഉയർന്നു വന്നു. കാലക്രമേണ ഉപഭോക്താക്കൾക്ക് പതിവായി തകരാറുകൾ അനുഭവപ്പെട്ടു. കാർ പഴകുമ്പോൾ പരിപാലന പ്രശ്നങ്ങൾ വർദ്ധിച്ചു. കാര്യക്ഷമമായ ഉൽപാദന സ്ഥിരത ഉറപ്പാക്കിയില്ല. ഓരോ യൂണിറ്റും ചെലവ് ലാഭിക്കൽ വിട്ടുവീഴ്ചകളെ പ്രതിഫലിപ്പിച്ചു. പ്രക്രിയയിൽ ഗുണനിലവാര ഉറപ്പ് അപര്യാപ്തമായിരുന്നു. ഉൽപാദന വൈകല്യങ്ങൾ കാറിന്റെ പ്രശസ്തിയെ ബാധിച്ചു. നിർമ്മാണ പ്രശ്നങ്ങൾ ചെലവേറിയ അറ്റകുറ്റപ്പണികൾക്ക് കാരണമായി. ചെലവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഉൽപ്പന്ന ഗുണനിലവാരത്തെ ദുർബലപ്പെടുത്തി. കാര്യക്ഷമമല്ലാത്ത പ്രക്രിയകൾ മൊത്തത്തിലുള്ള വിശ്വാസ്യതയെ ബാധിച്ചു. ആദ്യകാല ബയേഴ്സിന് അപ്രതീക്ഷിത സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. നിർമ്മാണ മാതൃക കാലക്രമേണ സുസ്ഥിരമല്ലെന്ന് തെളിഞ്ഞു. ചെലവ് ചുരുക്കൽ തന്ത്രങ്ങൾ ഉൽപാദന നിലവാരം കുറച്ചു. ഈ പ്രശ്നങ്ങൾ ഉപഭോക്തൃ ആത്മവിശ്വാസത്തെ ഗണ്യമായി കുറച്ചു. ഉൽപാദന പ്രശ്നങ്ങൾ നാനോയുടെ പരാജയത്തിന് കാരണമായി. ഉൽപാദന വെല്ലുവിളികൾ ബ്രാൻഡ് ഇമേജിനെ നശിപ്പിച്ചു. ഉൽപാദന പ്രക്രിയയ്ക്ക് കാര്യമായ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണ്. നിക്ഷേപകർ കാര്യക്ഷമതയില്ലായ്മയെക്കുറിച്ച് ജാഗ്രത പാലിച്ചു. നാനോ വാണിജ്യ വിജയം നേടുന്നതിൽ പരാജയപ്പെട്ടു. പുറത്തിറങ്ങിയ ഉടൻ തന്നെ വിൽപ്പന കുറഞ്ഞു. പല ഉപഭോക്താക്കളിൽ നിന്നും നെഗറ്റീവ് അവലോകനങ്ങൾ ഉയർന്നു വന്നു. പൊതുജനാഭിപ്രായം സംശയത്തിലേക്ക് മാറി. നിക്ഷേപകരുടെ ആത്മവിശ്വാസം പെട്ടെന്ന് കുറഞ്ഞു. നാനോയെ ഒരു അപകട സാധ്യതയുള്ള സംരംഭമായി കണ്ടു. അതിന്റെ വിപണി പ്രകടനം പല പങ്കാളികളെയും നിരാശപ്പെടുത്തി. പദ്ധതി പരാജയത്തിന്റെ പാഠമായി മാറി. വിമർശകർ നാനോയെ ഒരു പരീക്ഷണാത്മക ചൂതാട്ടമായി മുദ്രകുത്തി. കാർ ഒരു കോർപ്പറേറ്റ് ബാധ്യതയായി മാറി. നെഗറ്റീവ് പബ്ലിസിറ്റി ടാറ്റ മോട്ടോഴ്സിനെ ആഴത്തിൽ ബാധിച്ചു. കമ്പനി എക്സിക്യൂട്ടീവുകൾ അവരുടെ ബിസിനസ് തന്ത്രങ്ങൾ പുനഃപരിശോധിച്ചു. ചെലവ് ചുരുക്കൽ സമീപനം അവർ പരിശോധിച്ചു. പ്രവർത്തനങ്ങളുടെ സമഗ്രമായ അവലോകനം ആരംഭിച്ചു. പരാജയം ഒരു ആന്തരിക പ്രതിസന്ധിക്ക് കാരണമായി. തെറ്റുകളിൽ നിന്ന് പഠിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിജ്ഞയെടുത്തു. രൂപകൽപ്പനയിലും സുരക്ഷയിലും പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. ടാറ്റ മോട്ടോഴ്സ് ഗുണനിലവാര മെച്ചപ്പെടുത്തലുകളിലേക്ക് ശ്രദ്ധ തിരിച്ചു. കമ്പനി അതിന്റെ പ്രശസ്തി പുനർനിർമ്മിക്കാൻ പ്രവർത്തിച്ചു. വാഹന സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. നിക്ഷേപകർ കമ്പനിയുടെ പരിഷ്കാരങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. നാനോ മറ്റുള്ളവർക്ക് ഒരു മുന്നറിയിപ്പായി മാറി. അതിന്റെ പരാജയം കുറഞ്ഞ വിലയുള്ള കാറുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ പുനർനിർമ്മിച്ചു. മൂല്യം, ചിലവ് എന്നിവയെക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് ഈ സംഭവം കാരണമായി. തെറ്റായ കണക്കുകൂട്ടലുകളിൽ നാനോ ഒരു കേസ് സ്റ്റഡിയായി. അതിന്റെ കഥ ഉൽപ്പന്ന ആസൂത്രണത്തിൽ മാറ്റങ്ങൾക്ക് കാരണമായി. പരാജയത്തിന് ശാശ്വതമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായിരുന്നു. നാനോയുടെ പാരമ്പര്യം പ്രധാനപ്പെട്ട പാഠങ്ങൾ നൽകുന്നു. കുറഞ്ഞ ചിലവ് പര്യാപ്തമല്ലെന്ന് അത് പഠിപ്പിച്ചു. താങ്ങാനാവുന്നതിനൊപ്പം ഗുണനിലവാരവും ഉണ്ടായിരിക്കണം. സുരക്ഷ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യരുത്. അങ്ങേയറ്റത്തെ ബജറ്റിംഗിന്റെ അപകട സാധ്യതകൾ നാനോ വെളിപ്പെടുത്തി. അതിന്റെ കഥ ഒരു മുന്നറിയിപ്പ് ഉദാഹരണമായി വർത്തിക്കുന്നു. ഓരോ സവിശേഷതയും പ്രധാനമാണെന്ന് നിർമ്മാതാക്കൾ മനസ്സിലാക്കി. ചെലവ് ചുരുക്കൽ ലാഭവും ഗുണനിലവാരവും സന്തുലിതമാക്കണം. നവീകരണത്തിന് പ്രവർത്തനങ്ങളുടെ ശ്രദ്ധാപൂർവമായ സംയോജനം ആവശ്യമാണ്. നാനോയുടെ പരാജയം ഓട്ടോമോട്ടീവ് വികസന സമീപനങ്ങളെ പുനർനിർമ്മിച്ചു. ഇത് എഞ്ചിനീയറിംഗിലും ഡിസൈനിലും പരിഷ്കാരങ്ങൾക്ക് കാരണമായി. കമ്പനികൾ ഇപ്പോൾ ചെലവിനും പ്രകടനത്തിനും മുൻഗണന നൽകുന്നു. ഈ സംഭവം വ്യവസായ നേതാക്കൾക്കിടയിൽ ചർച്ചകൾക്ക് തുടക്കമിട്ടു. ബിസിനസ് പാഠങ്ങളിൽ അക്കാദമിക് വിദഗ്ധർ ഈ കേസ് ഉപയോഗിക്കുന്നു. നാനോ നവീകരണത്തെക്കുറിച്ചുള്ള കോഴ്സുകളിൽ ഇത് പരാമർശിക്കപ്പെടുന്നു. പഠിച്ച പാഠങ്ങളുടെ പ്രതീകമായി നാനോ തുടരുന്നു. സമതുലിതമായ തന്ത്രങ്ങളുടെ ആവശ്യകത ഇത് എടുത്തു കാണിക്കുന്നു. നിർമ്മാതാക്കൾ അവശ്യ സവിശേഷതകൾ അവഗണിക്കരുത്. അനുഭവം താങ്ങാനാവുന്ന വിലയെക്കുറിച്ചുള്ള ധാരണകളെ മാറ്റിമറിച്ചു. കുറഞ്ഞ ചെലവിന് കുറവുകൾ മറയ്ക്കാൻ കഴിയില്ലെന്ന് ഇത് കാണിച്ചു. ശ്രദ്ധാപൂർവമായ ആസൂത്രണത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് നാനോ. അതിന്റെ പാരമ്പര്യം അത് നൽകിയ പാഠങ്ങളിൽ നിലനിൽക്കുന്നു. ഭാവി പദ്ധതികൾ അതിന്റെ മുന്നറിയിപ്പ് കഥയിൽ നിന്ന് പ്രയോജനം നേടുന്നു. നാനോയുടെ യാത്ര പഠന വിഷയമായി തുടരുന്നു. അതിന്റെ പാഠങ്ങൾ മികവ് പിന്തുടരാൻ നയിക്കുന്നു. കഥ ഡിസൈനിലെ നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ആഗോളതലത്തിൽ നാനോ ഓട്ടോമോട്ടീവ് പ്രവണതകളെ സ്വാധീനിച്ചു. താങ്ങാനാവുന്ന ഗതാഗതത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ഇത് പുനർനിർമ്മിച്ചു. കാർ നിർമ്മാതാക്കൾ അവരുടെ ഉൽപാദന തന്ത്രങ്ങൾ പുനഃപരിശോധിച്ചു. എതിരാളികൾ ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം ഗുണനിലവാരം മെച്ചപ്പെടുത്തി. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉയർത്തി. നിർമ്മാതാക്കൾ നവീകരണത്തെ പ്രായോഗികതയുമായി സന്തുലിതമാക്കി.
ഓട്ടോമോട്ടീവ് ഡിസൈൻ ഗണ്യമായ പരിണാമത്തിന് വിധേയമായി. നാനോ മുൻഗണനകളെക്കുറിച്ച് പുനർചിന്തനം നടത്താൻ നിർബന്ധിതമാക്കി. മെച്ചപ്പെട്ട സുരക്ഷാ പ്രോട്ടോക്കോളുകൾ സ്വീകരിക്കാൻ ഇത് പ്രേരിപ്പിച്ചു. നിർമ്മാതാക്കൾ ഗവേഷണത്തിലും വികസനത്തിലും കൂടുതൽ നിക്ഷേപം നടത്തി. സംഭവം വ്യവസായ വ്യാപകമായ ആത്മപരിശോധനയ്ക്ക് കാരണമായി. ഓട്ടോമോട്ടീവ് ഫോറങ്ങൾ നാനോയുടെ സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. ഡിസൈൻ പിഴവുകൾ ഒരു ചർച്ചാ വിഷയമായി. അമിതമായ കുറുക്കുവഴികൾ ഒഴിവാക്കാൻ എഞ്ചിനീയർമാർ പഠിച്ചു. വ്യവസായം കൂടുതൽ കർശനമായ പരിശോധനയിലേക്ക് നീങ്ങി. രൂപകൽപ്പനയിൽ സുരക്ഷ ഒരു പ്രധാന കേന്ദ്രബിന്ദുവായി മാറി. നിർമ്മാതാക്കൾ അവരുടെ ഗുണനിലവാര നിയന്ത്രണ നടപടികൾ പരിഷ്കരിച്ചു. ഉപഭോക്തൃ പ്രതീക്ഷകൾ ഉയർന്ന നിലവാരത്തിലേക്ക് മാറി. നാനോയുടെ സ്വാധീനം വ്യവസായത്തിലുടനീളം പ്രതിധ്വനിച്ചു. ഗുണനിലവാര നിക്ഷേപങ്ങളുടെ ആവശ്യകത അത് പ്രകടമാക്കി. ഓട്ടോമോട്ടീവ് കമ്പനികൾ അവരുടെ വിപണി സമീപനങ്ങളെ പുനർവിചിന്തനം ചെയ്തു. നാനോയുടെ അനുഭവം വ്യവസായ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായി. നവീകരണവും സുരക്ഷയും പരസ്പരം ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളായി. നാനോ ഡിസൈനിൽ ശാശ്വതമായ ഒരു മുദ്ര പതിപ്പിച്ചു. അതിന്റെ പാഠങ്ങൾ ഭാവി വാഹനങ്ങളെ സ്വാധീനിക്കുന്നത് തുടരുന്നു. അരങ്ങേറ്റത്തിന് ശേഷം ഓട്ടോമോട്ടീവ് ലോകം വികസിച്ചു. നാനോയുടെ കഥ ഒരു നിർണായക അധ്യായമായി തുടരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വ്യവസായ രീതികൾ പരിഷ്കരിച്ചു. വാഹനങ്ങൾക്കായുള്ള ഉപഭോക്തൃ പ്രതീക്ഷകൾ കാലക്രമേണ വർദ്ധിച്ചു. ആളുകൾ താങ്ങാനാവുന്ന വിലയും വിശ്വാസ്യതയും ആഗ്രഹിച്ചു. സുരക്ഷയെക്കുറിച്ചുള്ള പൊതു അവബോധം നാനോ ഉയർത്തി. വാങ്ങുന്നവർ വില കുറഞ്ഞ കാറുകളെ എങ്ങനെ കാണുന്നു എന്നതിനെ ഇത് മാറ്റിമറിച്ചു. ഡിസൈൻ പിഴവുകളെ ഉപഭോക്താക്കൾ കൂടുതൽ വിമർശിച്ചു. മീഡിയ കവറേജ് ഗുണനിലവാരത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിച്ചു. ഉപഭോക്തൃ ഫീഡ്ബാക്ക് പിൽക്കാല കാർ മോഡലുകളെ സ്വാധീനിച്ചു. മെച്ചപ്പെട്ട മാനദണ്ഡങ്ങളുടെ ആവശ്യകത സാമൂഹിക ചർച്ചകൾ ഉയർത്തിക്കാട്ടി. ജനപ്രിയ സംസ്കാരത്തിൽ നാനോ ഒരു വിഷയമായി മാറി. മൂല്യത്തെയും സുരക്ഷയും കുറിച്ചുള്ള പൊതു ചർച്ചകൾ ഉയർന്നുവന്നു. ഉപഭോക്താക്കൾ ഫോറങ്ങളിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവരുടെ അഭിപ്രായങ്ങൾ ഭാവിയിലെ ബൈയിങ് തീരുമാനങ്ങളെ സ്വാധീനിച്ചു. ധാർമ്മിക വിലനിർണ്ണയത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നാനോ തുടക്കമിട്ടു. മെച്ചപ്പെട്ട ഉപഭോക്തൃ സംരക്ഷണത്തിനുള്ള ആഹ്വാനങ്ങൾക്ക് ഇത് കാരണമായി. കാർ വാങ്ങുന്നവർ നിർമ്മാണത്തിൽ സുതാര്യത ആവശ്യപ്പെട്ടു. രൂപകൽപ്പനയ്ക്കും സുരക്ഷതയ്ക്കുമുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചു. ഈ അനുഭവം ഓട്ടോമോട്ടീവ് ഉപഭോക്തൃ പ്രവണതകളെ സ്വാധീനിച്ചു. ഇത് ഗുണനിലവാര ഉറപ്പിന്റെ പ്രാധാന്യം ശക്തിപ്പെടുത്തി. ഉപഭോക്താക്കൾ അവരുടെ പണത്തിന് മികച്ച മൂല്യം പ്രതീക്ഷിച്ചു. നാനോയുടെ പോരായ്മകൾ മൊത്തത്തിൽ ഉയർന്ന പ്രതീക്ഷകൾക്ക് കാരണമായി. സോഷ്യൽ മീഡിയ പ്രശംസയും വിമർശനവും വർദ്ധിപ്പിച്ചു. വാഹനം വിശാലമായ വെല്ലുവിളികളുടെ പ്രതീകമായി മാറി. അതിന്റെ സ്വാധീനം ഓട്ടോമോട്ടീവ് മേഖലയ്ക്ക് പുറത്തുള്ള സമൂഹങ്ങളിലേക്ക് എത്തി. ഉൽപ്പന്നങ്ങളിൽ ഉയർന്ന നിലവാരം ആവശ്യപ്പെടാൻ ഉപഭോക്താക്കൾ പഠിച്ചു. അവരുടെ ശബ്ദങ്ങൾ കാലക്രമേണ വിപണി ചലനാത്മകതയെ പുനർനിർമ്മിച്ചു. നാനോയുടെ സാമൂഹിക സ്വാധീനം ആഴമേറിയതായിരുന്നു. ടാറ്റ നാനോയുടെ കഥ സങ്കീർണമാണ്. അത് ധീരമായ നവീകരണവും പ്രതീക്ഷയുമാണ് ആരംഭിച്ചത്. ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് താങ്ങാനാവുന്ന മൊബിലിറ്റി വാഗ്ദാനം ചെയ്ത കാർ. ഡിസൈനർമാർ എല്ലാറ്റിനുമുപരി ചെലവ് ലാഭിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പ്രക്രിയയിൽ സുരക്ഷയും ഗുണനിലവാരവും നഷ്ടപ്പെട്ടു. പരിഷ്കരിച്ച സവിശേഷതകളെക്കാൾ മാർക്കറ്റിംഗ് വിലയെ ഉയർത്തിക്കാട്ടി. ഉൽപാദന കുറുക്കുവഴികൾ സ്ഥിരതയില്ലാത്ത ഫലങ്ങളിലേക്ക് നയിച്ചു. നാനോ വാഗ്ദാനം ചെയ്തതുപോലെ പ്രവർത്തിച്ചില്ല. അതിന്റെ വാണിജ്യ പരാജയം ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചു. പദ്ധതി ബിസിനസ്സിൽ ഒരു മുന്നറിയിപ്പ് കഥയായി മാറി. ടാറ്റ മോട്ടോഴ്സ് ഈ ദുരിതത്തിൽ നിന്ന് വിലപ്പെട്ട പാഠങ്ങൾ പഠിച്ചു. കോർപ്പറേറ്റ് തന്ത്രങ്ങളെയും വ്യവസായ മാനദണ്ഡങ്ങളെയും നാനോ സ്വാധീനിച്ചു. താങ്ങാനാവുന്ന നിലവാരത്തിലുള്ള നവീകരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെ അതിന്റെ യാത്ര പുനർനിർമ്മിച്ചു. നാനോയിൽ നിന്നുള്ള പാഠങ്ങൾ ഇന്നും പ്രസക്തമാണ്. ഇത് സമതുലിതമായ രൂപകൽപ്പനയുടെ ഓർമ്മപ്പെടുത്തലായി വർത്തിക്കുന്നു. നവീകരണം സുരക്ഷയും ഗുണനിലവാരവും ഉപയോഗിച്ച് സംയോജിപ്പിക്കണം. നാനോയുടെ ആഖ്യാനം വിട്ടുവീഴ്ചയുടെ ഒരു പാഠമാണ്. അത്യധികമായ ചെലവ് ചുരുക്കലിന്റെ വെല്ലുവിളികളെ പ്രതിഫലിപ്പിക്കുന്നു. ഉപഭോക്താക്കൾ കുറഞ്ഞ വിലയേക്കാൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. അവർ വിശ്വസനീയവും നന്നായി തയ്യാറാക്കിയതുമായ ഉൽപ്പന്നങ്ങൾ തേടുന്നു. ബിസിനസ്സിൽ നാനോ ഒരു പ്രധാന പഠനമായി തുടരുന്നു. അതിന്റെ സ്വാധീനം ആധുനിക തന്ത്രങ്ങളെ അറിയിക്കുന്നു. യാത്ര പ്രതീക്ഷയും ജാഗ്രതയും നൽകുന്നു. ഓട്ടോമോട്ടീവ് ചരിത്രം നാനോയെ ഒരു നാഴികക്കല്ലായി ഓർമ്മിക്കുന്നു. ഭാവിയിലെ നവീകരണങ്ങൾക്കായി അതിന്റെ കഥ ആഴത്തിലുള്ള പ്രതിഫലനം ക്ഷണിക്കുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.